So in the last class, we discussed about the Brewster's angle. And finally, we drawn a graph E0t divided by E0i, E0r divided by E0i versus theta I. Now consider the intensity. Now consider the term intensity. The intensity of the electromagnetic wave. Actually, we are previously find out that equation. Ormando I is equal to average value of S, that is equal to half V epsilon E0 square. അതായത് നമ്മൾ ഇക്വേഷൻ എഴുതിയതിനകത്ത് 14 ABC എന്നിട്ട് എന്നതിനകത്ത് 14C എന്ന് പറയുന്ന ഇക്വേഷനായിരുന്നു. മറിച്ച് നോക്കിയേ, the equation for intensity. So the equation for intensity, or it is another way it is defined as the average power per unit area. The average power per unit area. In the direction of S dot Z. S dot Z. That means, അതായത് ഇപ്പൊ പോളറൈസേഷൻ നടക്കുന്നത് ഇൻസിഡന്റ് വേവും പോളറൈസേഷൻ നടക്കുന്ന ഡയറക്ഷനും തമ്മിൽ എ ഡോട്ട് ബി എ ബി കോസ് തീറ്റ, തീറ്റ എത്രയായിരിക്കും? 0 ആയിരിക്കും. തീറ്റ ഈസ് ഈക്വൽ ടു 0. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ, ദെൻ കോസ് 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇങ്ങനെ ഒരു കണ്ടീഷനിലുള്ള ഇൻറ്റൻസിറ്റി കൺസിഡർ ചെയ്യാം. അങ്ങനെ പറയാം. We are going to discuss about the intensity. Consider the intensity. ഇവിടെ ഇതിന്ന് എഴുതിയത് പവറിന്റെ ഡയറക്ഷൻ കേട്ടോ, ഈ പവറിന്റെ അല്ലെ ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ഇൻസിഡന്റ് വേവ് ഓർ ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇനി ഏത് ഡയറക്ഷൻ എടുക്കണം? ദാറ്റ് മീൻസ് ദ പോളറൈസേഷൻ ഈസ് പാരലൽ. The polarization of electric field or magnetic field which is parallel ആയിട്ടുള്ള ഡയറക്ഷൻ എടുക്കുമ്പം തീറ്റ 0 ആണ്, ദെൻ കോസ് തീറ്റ 1 ആയിരിക്കും. സോ നമുക്ക് എഴുതാം, ഐയുടെ ഇക്വേഷൻ നമുക്ക് എന്നാന്നറിയാം, ഐ ഇസ് ഈക്വൽ ടു ഹാഫ് വി എപ്സിലോൺ E0 സ്ക്വയർ. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇൻസിഡന്റ് വേവ് ആണെങ്കിൽ അതിൻ്റെ കോസ് തീറ്റ കമ്പൗണ്ട് കോസ് തീറ്റ ഐ, റിഫ്ലക്റ്റഡ് വേവ് ആണെങ്കിൽ കോസ് തീറ്റ ആർ, ട്രാൻസ്മിറ്റഡ് വേവ് ആണെങ്കിൽ കോസ് തീറ്റ ടി, ആ ഒരു കമ്പൗണ്ടിലൂടെ വരും. അത്രയുള്ള വ്യത്യാസം. ഫസ്റ്റ് വി കൺസിഡർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഇൻസിഡന്റ് വേവ് ഐ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇൻസിഡന്റ് വേവ് ഫസ്റ്റ് മീഡിയത്തിലല്ലായിരുന്നോ, എപ്സിലോൺ 1 V1 E0 I square cos of theta I. Now consider the intensity of the reflected wave IR. IR എങ്ങനെയാണ് പറഞ്ഞ അർത്ഥന? IR is equal to half into V1 epsilon 1 V1 E0 R square cos theta R. Theta suffix ആട്ടോ R. ഇനി I of transmittance വേറെ ആൾ പറഞ്ഞ സംയുക്ത, നമ്മൾ ക്ലാസ്സിലല്ലേ സംയുക്ത? കുറച്ച് പേരൊക്കെ ഞാൻ പഠിച്ചു വേണ്ട. സംയുക്ത പറഞ്ഞ ഐ ടി ഈസ് ഈക്വൽ ടു half 1/2 epsilon 2. വെരി ഗുഡ്. എപ്സിലോൺ 2 V2 അല്ലേ? സെക്കൻഡ് മീഡിയത്തിലേക്കാണ് നമ്മളുടെ ട്രാൻസ്മിറ്റൻസ്. ഏകദേശം നിങ്ങൾക്ക് എല്ലാത്തിനെ കുറിച്ചും കുറച്ച് ഐഡിയ ഉണ്ട്. കൊള്ളാം. E0 T സ്ക്വയർ കോസ് തീറ്റ ഓഫ് ടി. ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതിയായിരുന്നു.
തീറ്റയുടെ കമ്പോണന്റ് ഇല്ലാതെ എഴുതിയാൽ മതിയായിരുന്നു. ഇനി എന്നാന്ന് ചോദിച്ചാൽ ഈ തീറ്റയുടെ കമ്പോണന്റ് കളയാൻ വേണ്ടി നമ്മളിങ്ങനെ പറയും ദ റിഫ്ലക്റ്റൻ ആൻഡ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ദ കോയിഫിഷ്യന്റ് ഓഫ് ആറ് റിഫ്ലക്റ്റൻസ് എന്ന് ഓർക്കണം കേട്ടോ. റിഫ്ലക്റ്റൻസ് ആൻഡ് ട്രാൻസ്മിഷൻ പാരലൽ ടു ദ പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ്. പാരലൽ ടു ദ പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ്. പാരലൽ ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയാവും? തീറ്റ ഈസ് ഈക്വൽ ടു 0. Then cos theta I, that is equal to cos theta R, that is equal to cos of theta T, that is equal to cos 0, that is equal to 1. ഇത് നോക്കിയാൽ ഇത് മൂന്നും അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെ ഇരുന്നോളിയല്ലായിരുന്നോ? ഇതുപോലെ തന്നെ 14C പോലെ അല്ലായിരുന്നോ? അല്ലേ? അങ്ങനെ എഴുതിയാലും മതിയായിരുന്നു. പക്ഷേ ഇങ്ങനെ എഴുതി വെച്ച് നമ്മൾ പറഞ്ഞാൽ മതി ഈ ഐയുടെ ഡയറക്ഷനും ഇസഡ് ഡയറക്ഷനും സെയിം ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഐയുടെ പകരം നമ്മൾ എസ് ഡോട്ട് ഇസഡ് ഡയറക്ഷനിലാണ് പ്രൊപ്പഗേഷൻ എടുക്കുന്നത്. ദെൻ തീറ്റ ഈസ് ഈക്വൽ ടു 0, കോസ് ഓഫ് ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു 1. അതിങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാവും? ഐ എങ്ങനെയാവും? ഐ ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 1 V1 E0 I square. IR is equal to half epsilon 1 V1 E0 R square. IT is equal to half epsilon 2 V2 E0 T square. Clearly? Now find out the reflection and transmission coefficient. That means R. Calculate R. ആറിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഏത് ഡിവൈഡഡ് ബൈ ഏതായിരുന്നു? ആർ. 1 സെക്കൻഡ്, സോറി. നിങ്ങൾ കോളേജിലേക്ക് എത്തിയത് കേട്ടോ. മിനിശേഷി അവരെ നമ്മുടെ ഐകാസ്റ്റ് ഇററും ഫർണസും അത് നന്നായി R is equal to നേരത്തെ ചെയ്ത IR ഡിവൈഡഡ് ബൈ I ഓഫ് ഇൻസിഡൻസ്. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് epsilon 1 V1 E0 I square, sorry, IR അല്ലേ, E0 R square divided by half epsilon 1 V1 E0 I square. Cancel ചെയ്യാം. That is equal to E0 R square divided by E0 I square. ശരിയല്ലേ ബില്ലേ? ഇനി E0 ആറിനെ E0 ഐയുടെ ടേമിലേക്ക് എഴുതുന്നു. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇക്വേഷൻ നമ്പർ 39. ഇക്വേഷൻ നമ്പർ 39 റീകോൾ ചെയ്ത്. എന്നാണ് ഇക്വേഷൻ നമ്പർ 39? ഇക്വേഷൻ നമ്പർ 39 പറ ആര്യ. ഇക്വേഷൻ നമ്പർ 39. E0 R is equal to E0 R is equal to alpha minus beta by alpha plus beta into E0 I. അതിങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ബിക്കം ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ വേണം അല്ലേ? സ്ക്വയർ E0 I square divided by E0 I square. These two both are cancelled. That is equal to the coefficient of reflection R is equal to alpha minus beta divided by alpha plus beta whole square. That is equation number 43. Any doubts?
സോ ഞാനവിടെ ചെയ്തു വരാം, ചിലപ്പം പാടായി. So now we can calculate the transmittance. The coefficient of transmittance T is equal to or നീട്ടലും കുഴപ്പമൊന്നുമില്ല, I T divided by I. I Tയുടെ ഇക്വേഷൻ ആയിരുന്നു പറഞ്ഞ, I Tയുടെ ഇക്വേഷൻ half epsilon 2 ഹാഫ് വെട്ടിക്കളഞ്ഞോട്ടെ, താഴെയും വരാനുള്ളല്ലേ, എഴുതണ്ടല്ലോ. epsilon 2 V2 E0 T square. E0 T square epsilon 0 V square. ഒരു കോസ് തീറ്റയുടെ കമ്പൗണ്ട് ഇല്ലായിരുന്നോ? കോസ് തീറ്റയുടെ കമ്പൗണ്ട് ഉണ്ടെങ്കിൽ കോസ് തീറ്റ ടി വരും അല്ലേ? കടന്നോട്ടെ പറഞ്ഞുതരാം. ഇനി ഐ ആണെങ്കിലോ epsilon 1 V1 E0 I square cos theta I. അതന്നെ ഞാൻ കോസ് തീറ്റ കമ്പോണന്റ് എഴുതിയത് എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ നമുക്കറിയാം ട്രാൻസ്മിറ്റൻസ്, നമ്മൾ ഈ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഒന്നെന്ന് പറയുന്നത് എത്രയായിരിക്കും? സെയിം ഫേസിലായിരിക്കും അല്ലേ? ഐദർ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റൻസ്, ഏതെങ്കിലും ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ. അപ്പം ഒരെണ്ണത്തിന്റെ കേസിൽ നമ്മൾ മുമ്പേ കോസ് 0 എന്ന് എടുത്തു അല്ലേ? ഒരെണ്ണം കോസ് തീറ്റ 0 എന്ന് കൺസിഡർ ചെയ്തു. അപ്പം നമ്മൾ അത് രണ്ടും കൂടെ 1 എന്ന് അസ്യൂം ചെയ്തിട്ടാണ് ഏത് റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റ് എഴുതിയത്. ഇനി ഇവിടെ നമ്മൾ തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റിന്റെ എന്നാ ചെയ്യണം? അസ്യൂം അല്ലെങ്കിൽ തീറ്റ നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ the polarization, the direction of transmission not parallel to the incident direction. ഇങ്ങനൊരു കാര്യം നമ്മൾ അസ്യൂം ചെയ്യണം. സോ അപ്പോൾ കോസ് തീറ്റ ടി ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഐ എന്ന് പറഞ്ഞ ടേം ഉണ്ട്. പിന്നെ എപ്സിലോൺ 2 V2 ഡിവൈഡ് ബൈ എപ്സിലോൺ 1 V1 ഉണ്ട്. പിന്നെ E0 T സ്ക്വയർ ഡിവൈഡ് ബൈ E0 I. ഇതിനകത്ത് ഇതിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാവോ? ഇതിന്റെ വാല്യൂ നമുക്ക് അറിയാവുന്നതല്ലേ? നോക്കിയേ, കോസ് തീറ്റ ടി ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഐ, അതിന്റെ വാല്യൂ എന്നാണ്? അർച്ച് നോക്കിയേ, ഇതിന്റെ വാല്യൂ വെരി ഗുഡ്, ദിസ് ഈസ് ആൽഫ. ഇനി ഇത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ദിസ് ടൈം E0 ടിയുടെ വാല്യൂ എങ്ങനെയാവും? E0 T in terms of E0 I. മുമ്പേ നമ്മൾ E0 R ഡിവൈഡ് ബൈ E0 I കൊടുത്തപ്പോൾ E0 Rനെ E0 Iയുടെ ടൈമിൽ, E0 T E0 Iയുടെ ടൈമിൽ എങ്ങനെയാണ്? ഈ ടൈം E0 ടിയും E0 Iയും കൂടെ ചേരുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ നമ്പർ 38. പറഞ്ഞേ, E0 T is equal to 2 by alpha plus beta. 2 by alpha plus beta whole square. അല്ല, അത് ഇവിടെ എഴുതാൻ പറ്റില്ല സ്ക്വയർ. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സ്ക്വയർ ഉള്ളൂ, അല്ലാതെ ഇക്വേഷനിൽ സ്ക്വയർ ഇല്ലല്ലോ. ഇല്ല, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ, നമുക്ക് ചെയ്യാനല്ലേ. ഹോൾ സ്ക്വയർ ഇൻറ്റു E0 ആയത് E0 I സ്ക്വയർ അല്ലേ, ഡിവൈഡഡ് ബൈ E0 I സ്ക്വയർ അവിടെ ഉണ്ടല്ലേ. അത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ എന്തേ ഉള്ളൂ? ഈ എപ്സിലോൺ 2 V2 ഡിവൈഡ് ബൈ എപ്സിലോൺ 1 V1. ഇനി അതിന് തന്നെയാ ഫൈനൽ ആൻസർ ഞാൻ മുമ്പ് എഴുതി കാണിച്ചായിരുന്നല്ലേ. കിട്ടേണ്ട ആൻസർ T equal to alpha beta into 2 by alpha plus beta whole square.
2/α + β ഹോൾ സ്ക്വയർ ഇവിടെ ഉണ്ട്. ഇവിടെ ഇതിന് പകരം ആൽഫ എന്നുണ്ട്. അപ്പൊ പിന്നെ മിച്ചം ഇത് മുഴുവൻ കൂടെ ചെയ്താൽ ഒരു ബീറ്റ എന്ന് കിട്ടണം. ശരിയല്ലേ? ആലോചിച്ച് നോക്കി. ഇതിന് കിട്ടുന്ന ഒരു വാല്യൂ ഇൻറ്റു ഇതിന്റെ വാല്യൂ എത്ര നമുക്ക് കിട്ടി? 2/α + β ഹോൾ സ്ക്വയർ ഇൻറ്റു ഇതിന്റെ വാല്യൂ ആൽഫ എന്നും കിട്ടി. എന്നാൽ ഉത്തരത്തിൽ ഇനി എന്നാ കുറവുള്ളൂ? ഒരു ബീറ്റയുടെ കുറവേ ഉള്ളൂ. ദാറ്റ് മീൻസ് ε2 v2 / ε1 v1 എന്ന് പറയുന്നത് ഈ വാല്യൂ എന്ന് പറയുന്നത് ബീറ്റ തെളിയിച്ചാൽ ε2 v2 / ε1 v1. അതിനെ തെളിയിക്കണമെങ്കിൽ ഈ വെലോസിറ്റി എന്ന് പറയുമ്പോൾ 1/√μ അല്ലേ? അല്ലെങ്കിൽ c = 1/√μ0 ε0 ആണ്. അങ്ങനെയെങ്കിൽ ഒരു മീഡിയത്തിലാണെങ്കിൽ v എന്ന് പറയുന്നത് 1/√με. ശരിയല്ലേ? പിന്നെ സാർ അതൊന്ന് എഴുതാ. വേണ്ട, ഇത് കണ്ടോ? കാണത്തില്ല? c = 1/√μ0 ε0. ലൈറ്റിന്റെ വെലോസിറ്റി മാറ്റി ഒരു മീഡിയം ആയപ്പോൾ ആ മീഡിയത്തിന്റെ പെർമിയബിലിറ്റിയും പെർമിറ്റിവിറ്റി ആയി. v = 1/√με. ഇവിടെ എപ്സിലോൺ നമുക്ക് വേണ്ട. അപ്പൊ v² = 1/με എഴുതാം. അപ്പൊ ഫസ്റ്റ് മീഡിയം ആണെങ്കിൽ v1² = 1/μ1 ε1. അപ്പൊ ε1 ഇങ്ങ് എടുത്തു കഴിഞ്ഞാൽ ε1 = 1/μ1 v1². ശരിയല്ലേ? ഇത് മനസ്സിലായോ? മനസ്സിലായിക്കോണം. വേറെ വലിയ സ്റ്റെപ്പ്. അതുപോലെയാണെങ്കിൽ ε2 എങ്ങനെ എഴുതാൻ പറ്റും? 1/μ2 v2². ശരിയല്ലേ? ശരിയല്ലേ? ഞാൻ നേരെ അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. അത് രണ്ടും കൂടെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെയാവും? ഈ ടേമിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ε2 പകരം 1/μ2 v2² ഇൻറ്റു v2 ഡിവൈഡഡ് ബൈ 1/μ1 v1² ഇൻറ്റു v1. v2 സ്ക്വയറും ക്യാൻസലായി, v1 സ്ക്വയറും ക്യാൻസലായി. പിന്നെ എന്നാ ഉണ്ട്? തിരിച്ച് മോളിൽ പോവും. μ1 v1 ബൈ μ2 v2. അതെന്നാ നോക്കിക്കേ? അത് ബീറ്റ അല്ലേ? അല്ലെങ്കിൽ μ1 n2 എന്നായിരിക്കും കിടക്കുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ടൈമിൽ. ഓർ ദാറ്റ് ഇസ് ഈക്വൽ ടു μ1 n2 ഡിവൈഡഡ് ബൈ μ2 n1. ദാറ്റ് ഇസ് ഈക്വൽ ടു ബീറ്റ. അത് ബീറ്റ ആണോ ആര്യ? ബീറ്റയുടെ ഇക്വേഷൻ വായിച്ച്. ബീറ്റയുടെ ഇക്വേഷൻ മറിക്കാം. ബീറ്റ. ഹലോ, പറഞ്ഞോ. ബീറ്റയുടെ ഇക്വേഷൻ ബീറ്റ μ1 n2 ബൈ μ2 n1. ശരിയല്ലേ? ഇവിടെ കിട്ടിയില്ലേ? n എന്ന് പറയുന്നത് n c/v. അത് വെച്ച് ചെയ്യുമ്പോഴത്തേന് ഇവിടെ വെലോസിറ്റിയുടെ ടൈമിലാകുമ്പോൾ നമ്മൾ വെലോസിറ്റിയുടെ ടൈമിൽ എഴുതിയായിരുന്നു ബീറ്റ. അതിന് തൊട്ട് മുമ്പ് നോക്കിയാൽ മതി. μ1 v1 ബൈ μ2 v2. അപ്പൊ ഇത് തന്നെ ആകും ബീറ്റ ആയി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്നായി? ആൽഫ ബീറ്റ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു t. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 44. ഇവിടം വരെയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒബ്ലിക് ഇൻസിഡൻസിന്റെ ബ്രൂസ്റ്റേഴ്സ് ആംഗിളിന്റെ ടേമിലെ ആറും ടിയും ചെയ്തു തീർന്നു. അപ്പൊ ആറും ടിയും എന്നാ കിട്ടിയേ? ആറിന്റെ വാല്യൂ ഒന്നുകൊണ്ട് റീകോൾ ചെയ്ത്. ആറ് എത്രയായിരുന്നു? ആൽഫ മൈനസ് ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ ആയിരുന്നു അല്ലേ? ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 43. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? ആറും ടിയും കണ്ടുപിടിക്കണം. This is the value of reflection coefficient R. This is the value for transmission coefficient T. ഇനി നമ്മൾ എന്നതാ പഠിച്ചത്?
ആർ പ്ലസ് ടി ഓൾവേസ് 1 ആയിരിക്കും അല്ലേ? ആർ പ്ലസ് ടി ഓൾവേസ് ബി ഈക്വൽ ടു 1. ബട്ട് അറ്റ് തീറ്റ ബി ബ്രൂസ്റ്റേഴ്സ് ആംഗിളിൻ്റെ കേസിൽ എന്നാ പറ്റുമായിരുന്നു? റിഫ്ലക്ഷൻ കമ്പോണൻറ്റ് ബിക്കം 0, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ സോ ഹലോ കേൾക്കാവോ? ഹലോ കേൾക്കാം സാർ. അറ്റ് തീറ്റ ബി അല്ലെ ബ്രൂസ്റ്റേഴ്സ് ആംഗിളിന്റെ കേസിൽ റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റ് ആർ എന്ന് പറയുന്നത് 0 ആയിപ്പോ. ദർ ഈസ് ഓൺലി ട്രാൻസ്മിഷൻ കോയിഫിഷ്യൻ. ദാറ്റ് മീൻസ് ടി അല്ലേ? അപ്പൊ 6 0 ആയാൽ ആർ പ്ലസ് ടി 1 ആകണമെങ്കിൽ ടിയുടെ വാല്യൂ എത്രയാകും? 1 ആയിരിക്കും. സോ ദാറ്റ് മീൻസ് ആർ പ്ലസ് ടി ഈസ് ഓൾവേസ് ബി ഈക്വൽ ടു 1. ബട്ട് അറ്റ് തീറ്റ ബി ഓർ അറ്റ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ, അത് തീറ്റ ഒരു 60 ഡിഗ്രിയിൽ തൊട്ട് താഴെ ആയിരിക്കുമ്പം ആർ ബിക്കം 0 ആൻഡ് ടി ബിക്കം 1. അതിൻ്റെ ഗ്രാഫും കൂടെ ഉണ്ട്. അതോടെ കഴിഞ്ഞാൽ ടോപ്പിക്ക് തീർന്നു. ലെറ്റ് കൺസിഡർ ദിസ് ഈസ് എ ഗ്രാഫ്. This is about 0.0. This is about 1. R plus T 1 കിട്ടണം. അപ്പോൾ 0.2, 0.4, 0.6, 0.8, 0.2, 0.4, 0.6, 0.8, 1. അത് ആർ ടി കോയിഫിഷ്യൻറ്റ്. ഇനി ഇവിടെ ഒരു കാര്യം ചെയ്യും. ഇവിടുന്ന് 0.5 കൃത്യം 0.5 വരുന്ന പോലെ ഒരു ഡോട്ടഡ് ലൈൻ നിങ്ങളുടെ അകത്ത് വരച്ചത് കേട്ടോ. ഞാൻ എൻ്റെ അകത്ത് ഒരു സ്ട്രെയിറ്റ് ലൈനെ വരയ്ക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് വരയ്ക്കുന്നത്. 0.5 അവിടുന്ന് ഞാൻ ഒരെണ്ണം ഇങ്ങ് വരച്ചു. ഏകദേശം കൃത്യം നടുക്കായിരിക്കണം. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 10, 20, 30, 40, 50, 60, 70 ഡിഗ്രി, 80 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പം 60 ഡിഗ്രിക്ക് തൊട്ട് താഴെ ഇവിടെയാണ് തീറ്റ ബി എന്നിരിക്കട്ടെ, ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ തീറ്റ ബി. അവിടുന്നോടെ ഒരു ഡോട്ടർ ലൈൻ മുകളിലോട്ട് വരയ്ക്കുവാണെങ്കിൽ ഗ്രാഫ് വരയ്ക്കാൻ ഒരു എളുപ്പം കിട്ടും. അതെന്നുവെച്ചാൽ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ആകുമ്പം ഇപ്പം ട്രാൻസ്മിഷൻ കോയിഫിഷ്യൻ്റ് ഞാൻ ഇവിടെ വരയ്ക്കാൻ നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 0.8 മുകളിലാണെങ്കിൽ ട്രാൻസ്മിഷൻ കോയിഫിഷ്യൻ്റ് തീറ്റ ബി ആകുമ്പോൾ എത്രയാകും? 1 ആവും. അതല്ലേ നമ്മൾ പറഞ്ഞ എത്രയാരും? റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ് ആണെങ്കിൽ എത്രയാകും? ആ ഒരു പോയിന്റ് വരുമ്പോൾ 0 ആയിപ്പോകും. ഇപ്പം എപ്പോഴും ആർ പ്ലസ് ടി എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കും. ആ ഒരു രീതിയിൽ ഗ്രാഫ് പോകുള്ളൂ. ആർ പ്ലസ് ടി ഈക്വൽ ടു 1. സോ at Brewster's angle it will become 1, and ശേഷം it sharply decreases to the value 0. ചില ഗ്രാഫ് നന്നായിട്ട് വരയ്ക്കണം. ഇതിൽ തന്നെയാണ് പോകുന്നത്. I can't do that. ഇത് ഇങ്ങനെ ഒരു കൃത്യ 0 അല്ല, അവിടെ നിന്ന് വരും. പക്ഷെ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഇവിടെ തീറ്റ ബിയിലേക്ക് വരുമ്പോഴത്തേന് അത് 0 ആയിട്ട് ഇതിലേ വന്ന്, ഇത് ഞാൻ പറഞ്ഞ രണ്ടും 0.5 ആകുമ്പോൾ 0.5 പ്ലസ് 0.5 ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ആയിട്ട് ഇതിലേ വന്ന് ഇത് 1 ആകുമ്പം ഇത് 0. എപ്പോഴും അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം
ഇത് 1 ആയപ്പം ഇത് 0, ഇത് 0.8, 0.9, ഇത് 0.1, എപ്പോഴും 0.1. ഗ്രാഫിൽ ഒരു ലീനിയർ ആയിട്ട് ഇങ്ങനെ വരയ്ക്കണം കേട്ടോ. ഒരു സ്ക്രീൻഷോട്ട് ഇത് ഗ്രൂപ്പിൽ ഇട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന ഇപ്പം പടം എടുത്തില്ല. അതുകൊണ്ടുകൂടി ആ ടോപ്പിക്ക് തീർന്നു. Here the x-axis is the angle of incidence. When it becomes Brewster's angle or theta b, then it has only transmission component. Transmittance coefficient മാത്രമാകും. ആ നമ്മൾ ഈ x-axis വരയ്ക്കുമ്പം തീറ്റ ഐ മാർക്ക് ചെയ്യണം. ഇനി നമ്മൾ ഇത് മുമ്പ് ഏത് മീഡിയത്തിൽ നിന്ന് ഏത് മീഡിയത്തിലേക്ക് വരുമ്പോൾ ഈ കേസ് എന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ട് ആരെങ്കിലും? അർത്ഥന ഏത് മീഡിയത്തിൽ നിന്ന് ഏത് മീഡിയത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇത് ഗ്ലാസ്സിലേക്ക് സർ. വെരി ഗുഡ്. ഇറ്റ് ഈസ് ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഫ്രം എയർ ടു ഗ്ലാസ്. അതോടെ വേണമെങ്കിൽ ഫിഗറിന് താഴെ എഴുതാം.